Chapter 22 Assessment of Trust നമുക്ക് കാണാം. ട്രസ്റ്റിന് ആദ്യമായിട്ട് ഡെഫിനിഷനാണ് കൊടുത്തേക്കുന്നത്. ഈ ഡെഫിനിഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സിന്റെ അകത്ത് എന്താണ് ട്രസ്റ്റ് എന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ദ വേർഡ് ട്രസ്റ്റ് ഹാസ് നോട്ട് ബീൻ ഡിഫൈൻഡ് ഇൻ ഇൻകം ടാക്സ് ആക്ട്. ഓക്കെ, അത് കാരണത്താൽ തന്നെ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിന്റെ സെക്ഷൻ 3 അതിൻ്റെ അകത്താണ് ഇതിന്റെ ഡെഫിനേഷൻ കൊടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഡെഫിനേഷനാണ് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. Trust is an obligation annexed to ownership of a property and arising out of confidence reposed in and accepted by the owner or declared and accepted by him for the benefit of another or another and the owner. Now, ഇങ്ങനെയുള്ളൊരു ട്രസ്റ്റിൻ്റെ അകത്ത് ഉള്ള വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജീസ്, ലീഗൽ ടെർമിനോളജീസ്. ആദ്യമായിട്ടുള്ളത് ട്രസ്റ്റ് ഡീഡ് ഇല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ട്രസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ട്രസ്റ്റിനെ ഫോം ചെയ്യുന്ന ആ ഡോക്യുമെന്റിനെയാണ് ട്രസ്റ്റ് ഡീഡ് ഇല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഏതൊരു ട്രസ്റ്റിന്റെ അകത്തും ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. അതാണ് ആ ട്രസ്റ്റിലെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. ആ സബ്ജക്ട് മാറ്റർ ഓഫ് എ ട്രസ്റ്റ് ഈസ് കോൾഡ് ട്രസ്റ്റ് പ്രോപ്പർട്ടി ഓർ ട്രസ്റ്റ് മണി. ഈ ട്രസ്റ്റ് ഏതൊരു ട്രസ്റ്റ് ആണെന്ന് വെച്ചാലും അത് ക്രിയേറ്റഡ് ആയിരിക്കുന്നത് അത് കുറച്ച് വ്യക്തികളുടെ ബെനിഫിറ്റിന് വേണ്ടിയായിരിക്കുമല്ലോ. ആ വ്യക്തികളാണ് ട്രസ്റ്റിന്റെ ബെനിഫിഷ്യറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ട്രസ്റ്റ് ആരാണോ ഫോം ചെയ്യുന്നത് ആ വ്യക്തിയാണ് ഓത്തർ ഓഫ് ദി ട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് അവസാനമായിട്ട് ഈ ട്രസ്റ്റിന്റെ ഉത്തരവാദിത്തം, അതായത് ട്രസ്റ്റിന്റെ സബ്ജക്ട് മാറ്റർ ആയിട്ടുള്ള ട്രസ്റ്റ് പ്രോപ്പർട്ടി, ട്രസ്റ്റ് മണി, ഇതെല്ലാം ഹാൻഡിൽ ചെയ്തോളാം. ട്രസ്റ്റ് ആർക്ക് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, അതായത് ട്രസ്റ്റിന്റെ ബെനിഫിഷ്യറീസിന് അതിന്റെ ബെനിഫിറ്റ് കൊടുത്തോളാം എന്നൊക്കെ ഈ ട്രസ്റ്റ് ഇൻസ്ട്രുമെന്റ് അകത്ത് എഗ്രി ചെയ്യുന്ന വ്യക്തികളാണ് ട്രസ്റ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ട്രസ്റ്റിയുടെ ഉത്തരവാദിത്തമാണ് ട്രസ്റ്റിന്റെ സബ്ജക്ട് മാറ്റർ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ട്രസ്റ്റിന്റെ ഡെഫിനിഷൻ ആൻഡ് ഈ ട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ടെർമിനോളജീസ് കണ്ടു. ഇനി നമുക്കൊരു പ്രോബ്ലത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനൊരു ട്രസ്റ്റ് ക്രിയേറ്റഡ് ആവുന്നു, എന്നിട്ട് ട്രസ്റ്റ് ഫങ്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ട്രസ്റ്റിന് ഇൻകങ്ങൾ വരുന്നു, കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവുന്നു. ആ കോൺട്രിബ്യൂഷൻ രണ്ട് തരത്തിലുള്ള കോൺട്രിബ്യൂഷനാണ്. ഒന്ന് ഈ പറയുന്ന ട്രസ്റ്റിന്റെ കോർപ്പസിലേക്കുള്ള കോൺട്രിബ്യൂഷനും അതർ കോൺട്രിബ്യൂഷനും. കോർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പനിയുടെ ക്യാപിറ്റൽ പോലെ ഉള്ളതാണ് ട്രസ്റ്റിന്റെ കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ കോർപ്പസിലേക്കുള്ള ഡൊണേഷൻസ് ഉണ്ടാവാം, ഇല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവാം, അതർ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാം. അപ്പം ഇങ്ങനെ കോൺട്രിബ്യൂഷൻസ് റിസീവ് ചെയ്യുന്നു. ഈ റിസീവ് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് ട്രസ്റ്റ് ഫങ്ഷൻ ചെയ്യുന്നു. ഇങ്ങനെ ഫങ്ഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കമ്പനിയുടെ ആംഗിളിലാണെന്ന് വെച്ചാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആ പ്രോഫിറ്റിന് മുകളിലാണല്ലോ ടാക്സ് കൊടുക്കേണ്ടത്. ഇവിടെ ട്രസ്റ്റിന്റെ കേസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ട്രസ്റ്റിന്റെ ടാക്സേഷൻ ശ്രദ്ധിച്ചോണേ. ട്രസ്റ്റിന്റെ ടോട്ടൽ ഇൻകത്തിന് മുകളിൽ ടാക്സ്, അതായത് ട്രസ്റ്റിന്റെ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യുവാണെന്ന് കരുതാം, ഇൻകം ടാക്സിന്റെ അതുള്ള പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യുവാണെന്ന് കരുതാം, ആ ട്രസ്റ്റിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് എന്നുള്ള കാര്യം ഓർത്തേക്കുക. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സേ ഫോർ എക്സാമ്പിൾ, ഒരു ട്രസ്റ്റിന് 100 രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതാം. ഒരു ട്രസ്റ്റിന്റെ ഇൻകം 100 രൂപ ആണ് എന്ന് കരുതാം. ഈ 100 രൂപ ശ്രദ്ധിച്ചോണേ, ഈ 100 രൂപ ആ ട്രസ്റ്റിന്റെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുവാണ് എന്ന് കരുതുക. ആ കംപ്ലീറ്റ് 100 രൂപ യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ ആ ട്രസ്റ്റിന്റെ ടാക്സ് ലയബിലിറ്റി ഇന്നില്ലായിരിക്കും. ഓക്കെ, ഇനി ഈ പറയുന്ന ട്രസ്റ്റിന്റെ 100% യൂട്ടിലൈസ് ചെയ്യണം നിർബന്ധമില്ല. ഇവിടെ പറയുന്ന ഒരു പോയിന്റ് എന്നാന്ന് വെച്ചാൽ 85%, ശ്രദ്ധിച്ചോണേ, ഈവൻ ഇഫ് 85% of the income is so applied during the relevant accounting year and not more than 15% is accumulated എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100ന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് 85 രൂപ എങ്കിലും, അതായത് 85% എങ്കിലും അത് ആ ട്രസ്റ്റിന്റെ പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അക്യുമുലേറ്റ് ചെയ്യാവുന്നത്, അതായത് സ്പെൻഡ് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത് 15 രൂപയാണ്, ഇല്ലെങ്കിൽ 15% എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ്. അപ്പം 15% വരെ അക്യുമുലേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ബാക്കിയുള്ള 85% അത് യൂട്ടിലൈസ് ചെയ്തിരിക്കണം.
യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് കരുതുക, അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറവ് വരുവാണ് എന്ന് കരുതുക, അതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പോയിന്റ് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം ഇങ്ങനെ ഒരു ട്രസ്റ്റിന് 100 രൂപയാണ് ഇൻകം വരുന്നതെന്ന് കരുതുക. നമ്മൾ കണ്ടു 15% അതിന്റെ 15% അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സോ സ്ട്രെയിറ്റ് അവേ നമുക്ക് 100ൻ്റെ അകത്ത് 15 കുറയ്ക്കാം, ബാക്കി 85 രൂപ അല്ലെ. അപ്പൊ ഈ 85 രൂപ ട്രസ്റ്റിന്റെ പർപ്പസിന് വേണ്ടി, ആക്ടിവിറ്റീസിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു. നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ട്രസ്റ്റ് 80 രൂപയാണ് ചെലവാക്കിയേക്കുന്നത് എന്ന് പിടികിട്ടുന്നു. ആ 80നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കി 5 രൂപ വരുമല്ലോ. ഈ 5 രൂപ ആണ് ഇവിടുത്തെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, ഈ ട്രസ്റ്റിന്റെ ടോട്ടൽ ഇൻകം വിച്ച് വിൽ ബി സബ്ജക്ട് ടു ടാക്സ്. സോ ഈ 5 രൂപയുടെ മുകളിലായിരിക്കും പിന്നെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ മൈൻഡിൽ ട്രസ്റ്റിന്റെ ടാക്സേഷന്റെ ആംഗിൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം ഇത് ഇതുപോലെ തന്നെ മൈൻഡിലേക്ക് ഒന്ന് പതിപ്പിച്ചേക്കുക. എന്താണ് പതിപ്പിക്കേണ്ടത്? ആദ്യമായിട്ട് ട്രസ്റ്റിന്റെ ഇൻകം അതങ്ങോട്ട് നോട്ട് ചെയ്യണം. അതിൻ്റെ അകത്ത് 15% വരെ അക്യുമുലേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അപ്പം -15% കൊടുക്കുക. അപ്പൊ എത്ര ചെലവാക്കണം എന്നുള്ളത്, ഉറപ്പായിട്ട് ചെലവാക്കേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് കിട്ടുന്നു. അതിൻ്റെ അകത്ത് ശരിക്കും ചെലവാക്കിയേക്കുന്ന എത്രയാണ് എന്നുള്ളത് കുറയ്ക്കുന്നു. ഓക്കെ, എന്നിട്ടും ബാക്കി എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതുക, ആ എമൗണ്ടിനായിരിക്കും ടാക്സ് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ 85% യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടി. ഇനി സപ്പോസ് ഏതെങ്കിലും കാരണവശാൽ ഈ ഇൻകം നമുക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇയറിൻ്റെ അകത്ത്, ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രീവിയസ് ഇയറിൻ്റെ അകത്ത് കിട്ടിയിട്ടില്ല എന്ന് കരുതുക. എന്താണ് ചെയ്യേണ്ടത്? സേ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഇൻകം 31 മാർച്ചിനാണ് വരുന്നത്. 31 മാർച്ചിന് ലാസ്റ്റ് ഡേ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ വന്നു കഴിയുമ്പോൾ അന്ന് തന്നെ സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇല്ല എങ്കിൽ കിട്ടും എന്ന് നമ്മൾ വിചാരിച്ചതായിട്ടുള്ള ഇൻകം നെക്സ്റ്റ് ഡേയിലാണ് കിട്ടുന്നത് എന്ന് കരുതുക. അങ്ങനത്തെ ഒക്കെ സാഹചര്യം വന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് ഇവിടെ പോയിന്റ് നമ്പർ 8ൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. If in any accounting year the trust utilizes less than 85% of the income for charitable purpose, either because whole or any part of the income has not been actually realized, അതായത് ആ ഇൻകം മുഴുവനായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടില്ല എന്ന് കരുതുക. ഓക്കെ, ഡ്യൂറിങ് ദാറ്റ് ഇയർ ഓർ ഫോർ എനി അതർ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ലെറ്റ്സ് ഫോർ എക്സാമ്പിൾ 30th മാർച്ച് അല്ലെങ്കിൽ 31st മാർച്ചിന് വന്ന് എന്ന് കരുതുക. ലാസ്റ്റ് മൊമെന്റ് ആണ് ഇൻകം വന്നേക്കുന്നത്. നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം വേണമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ then to the extent of shortfall in this amount is utilized for charitable purpose in the year of actual receipt or in the immediately following year, it will be deemed at the option of the assessee that the income derived has been used for charitable purpose in the year in which it is derived, and exemption will be granted accordingly. എന്ന് പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 20 ലക്ഷത്തിൻ്റെ അകത്ത് ഈ 20 ലക്ഷം 21, 22 ഈ എമൗണ്ട് ആയിരുന്നു. അതിൻ്റെ അകത്ത് 10 ലക്ഷം കൈ കിട്ടിയുള്ളൂ. ബാക്കി 10 ലക്ഷം അടുത്ത കൊല്ലാണ് റിയലൈസ് ചെയ്തേക്കുന്നത് 22, 23. ഓക്കെ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് കിട്ടിയ 10 ലക്ഷം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി. In this case, the trust is required to utilize at least 17 lakh. ഈ 17 lakh എങ്ങനെയാണ് കിട്ടിയേക്കുന്നത്? നമ്മുടെ 20 lakh ആണല്ലോ ട്രസ്റ്റിന്റെ ഇൻകം ആയിട്ട്, അതായത് 21, 22ന്റെ ഇൻകം ആയിട്ട് 20 lakh, അതിന്റെ 15% കുറയ്ക്കുന്നു. അതിന്റെ 15% എന്ന് പറയുന്നത് 3 lakh. 20യുടെ 15% ആയിട്ടുള്ള 3 lakh കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കി 17 lakh അല്ലേ. അപ്പൊ ഈ 17 lakh ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ്. 17 lakh പകരമായിട്ട് ശരിക്കും ഇവരിവിടെ 10 ലക്ഷം അല്ലേ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇവിടെ ഒരു ഷോർട്ട് ഫോൾ വന്നിട്ടുണ്ട് അല്ലെ. എത്രതിന്റെ ഷോർട്ട് ഫോൾ ആണ്? 7 ലക്ഷത്തിന്റെ ഷോർട്ട് ഫോൾ. അപ്പൊ ഈ ഷോർട്ട് ഫോൾ വന്നിട്ടുണ്ട് എങ്കിൽ കൂടെയും അടുത്ത കൊല്ലമാണ് ഈ ഇൻകം കിട്ടുന്നത്. ഓക്കെ, ഈ ഇൻകം ആക്ച്വലി ഫിസിക്കലി കയ്യിൽ കിട്ടുന്ന അടുത്ത കൊല്ലം ആയത് കാരണം അടുത്ത കൊല്ലം ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ട്രസ്റ്റിന്റെ എക്സംഷൻ നഷ്ടപ്പെടാതിരിക്കും. ഓക്കെ, ആൻഡ് അങ്ങനെയുള്ള സാഹചര്യത്തിൻ്റെ അകത്ത് എന്നാ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരു ഫോം 9A എന്ന് പറയുന്ന ഫോം,
ഫോം പറഞ്ഞ് ഓർത്തോണേ, ഫോം 9A എന്ന് പറയുന്ന ഫോം അത് അസസി എന്ന് പറഞ്ഞ ഈ ട്രസ്റ്റ് ഫോം 9A എന്ന് പറയുന്ന ഫോം കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ട് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേണിന് മുമ്പായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി ഏൽപ്പിക്കണം. ആസ് ഓഫ് നൗ പണ്ട് അത് ഫോം ഫിസിക്കലായിട്ട് ഫയൽ ചെയ്യുമായിരുന്നു. ആസ് ഓഫ് നൗ ഓൺലൈനായിട്ടാണ് ഫയൽ ചെയ്യേണ്ടത്. അതായത് ഏതെങ്കിലും ഇൻകം കിട്ടിയിട്ടില്ല എന്ന് കരുതുക, ഇല്ലെങ്കിൽ കിട്ടിയ ഇൻകം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് എന്ന് കരുതുക. ആ കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഫോം 9A ബോധിപ്പിക്കണം. അങ്ങനെ ഫോം 9A ബോധിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതുക. ഈ വന്നിട്ടുള്ള ഷോർട്ട് ഫോൾ ഉണ്ടല്ലോ, ഇവിടെ ഷോർട്ട് ഫോൾ 7 lakh ആണ് അല്ലെ. ഈ ഷോർട്ട് ഫോൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഷോർട്ട് ഫോളിനെ ഇൻകം ആയിട്ട് എടുത്തേനെ. ഈ സാഹചര്യത്തിന്റെ അകത്ത് ഈ ഷോർട്ട് ഫോൾ 9A സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഷോർട്ട് ഫോൾ അടുത്ത കൊല്ലം പരിഹരിച്ചാലും മതി. ട്രസ്റ്റിന്റെ ഈ പറയുന്നതായിട്ടുള്ള എക്സംഷൻ അതേപോലെ തന്നെ നിലനിൽക്കുന്നു. ടാക്സിന് ഈ പറയുന്ന ട്രസ്റ്റിന് 7 ലക്ഷത്തിന് മുകളിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ഇലിസ്ട്രേഷൻ നമ്പർ 1 നോക്കാം. എ ട്രസ്റ്റ് ഹോൾഡിംഗ് പ്രോപ്പർട്ടി only for charitable purpose in India earned 2 lakh during 2021-22. അപ്പോൾ 2 ലക്ഷം രൂപ കിട്ടി. നമുക്ക് സ്ട്രെയിറ്റ് അവേ ഇത്ര മാത്രം കാണുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് അവേ അറിയാം ഈ 2 ലക്ഷത്തിന്റെ അകത്ത് ഈ 2 ലക്ഷത്തിന്റെ 15% യൂട്ടിലൈസ് ചെയ്തിരിക്കണം എന്നുള്ളത്. ഓക്കെ, but received only 1,50,000 out of such income in 21-22. അപ്പം 1.5 ലക്ഷം രൂപയെ ഈ ട്രസ്റ്റിന് അതിൻ്റെ അകത്ത് കയ്യിലേക്ക് കിട്ടിയുള്ളൂ. 1.5 ലക്ഷം കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന 50,000 ഉണ്ടല്ലോ, അതായത് ഇവിടുത്തെ റെലവൻ്റ് ആയിട്ടുള്ള ഇയർ 21-22 ആണല്ലോ. ഈ 21-22 കിട്ടാതെ പോയ 50,000 ഉണ്ടല്ലോ, അത് നെക്സ്റ്റ് ഇയർ സബ്സിക്വന്റ് ആയിട്ടുള്ള ഇയർ 22-23 കിട്ടുന്നത് എന്ന് കരുതുക. അതിനെ ആ കൊല്ലം സ്പെൻഡ് ചെയ്താലും മതി എന്നുള്ളതാണ് പോയിന്റ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഫോം 9A ഫയൽ ചെയ്തിരിക്കണം. 2 lakh ആണ് ഇൻകം ഓഫ് ദി ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് 15% വരെ അക്യുമുലേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. 2 lakhന്റെ 15% എന്ന് പറയുന്നത് 30,000 ആണ്. ഈ 30,000 വരെ അക്യുമുലേറ്റ് ചെയ്യാം, ബാക്കിയുള്ള സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ 2 lakh മൈനസ് 30,000 കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ 1,70,000 ഉണ്ടല്ലോ. ഈ 1,70,000 സ്പെൻഡ് ചെയ്തോ എന്ന് നോക്കുന്നു. ഫോം 9A കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുക, ആ എമൗണ്ടും ഇതിൻ്റെ അകത്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളത് ഫോർ എക്സാമ്പിൾ ഫോം 9A നമ്മൾ 50,000 ആണ് കൊടുത്തേക്കുന്നത് എന്ന് കരുതുക. ആ 50,000 ഇതിൻ്റെ അകത്ത് കുറയ്ക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കി 1,20,000 ആണ്. ഈ 1,20,000 അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു ട്രസ്റ്റിന്റെ പർപ്പസിന് വേണ്ടി. അങ്ങനെയാണ് എന്ന് കരുതുക, ടാക്സ് ഒന്നും വരത്തൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. ഔട്ട് ഓഫ് 1,50,000 ഇറ്റ് സെറ്റ് അപ്പാർട്ട് 30,000. ഇവര് 30,000 സെറ്റ് അപ്പാർട്ട് ചെയ്തു എന്ന്, റിസർവ് ആയിട്ട് മാറ്റി വെച്ചു എന്ന്. ടു ബി യൂസ്ഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിലെ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്നത് അക്യുമുലേറ്റ് ചെയ്യാമല്ലോ 15%. അതിന് പകരമായിട്ട് ആ ഒരു കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് 30,000 മാറ്റിവെക്കുന്നു. ആൻഡ് സ്പെൻഡ് 1,20,000. സോ ഇവിടെ 1,20,000 സ്പെൻഡ് ചെയ്തു എന്ന് കണ്ടോ. ഈ കാൽക്കുലേഷൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും 1,20,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ടാക്സ് ലയബിലിറ്റി ഉണ്ടാവത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പ്രൊവൈഡഡ് എന്ത് കൊടുത്തിരിക്കണം? ഫോം 9A കൊടുത്തിരിക്കണം. ഫോം 9A ഈ 50,000 പിന്നീട് വരത്തുള്ളൂ, വരുന്ന കൊല്ലം അത് സ്പെൻഡ് ചെയ്തോളാം എന്ന് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ 1,20,000 സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു. അവര് എമൗണ്ട് സ്പെൻഡ് കണ്ടോ, കറക്റ്റ് ആയിട്ട് 1,20,000 സ്പെൻഡ് ചെയ്യുന്നു. അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടാക്സബിൾ ഇൻകം ഓട്ടോമാറ്റിക്കലി നില്ലായി മാറുന്നു. പിന്നെ അതാണ് 21-22 പറ്റിയുള്ള കാര്യങ്ങൾ. അതിനുശേഷം നെക്സ്റ്റ് ഇയർ ആയിട്ടുള്ള 22-23 എന്നാ സംഭവിക്കുന്നത് നോക്കാം. ഇൻ 22-23 ട്രസ്റ്റ് റിസീവ്ഡ് 50,000. ഈ 50,000 ഉണ്ടല്ലോ, അത് ട്രസ്റ്റിന്റെ കയ്യിലേക്ക് കിട്ടി. ആൻഡ് സ്പെൻഡ് 30,000 ഇൻ 22-23 ആൻഡ് 20,000 ഇൻ 23-24. അപ്പൊ 22-23 30,000, അതുപോലെ അതിന്റെ നെക്സ്റ്റ് ഇയർ 22-23
ക്ക് ശേഷമുള്ള നെക്സ്റ്റ് ഇയർ 23-24 20,000 സ്പെൻഡ് ചെയ്തു ഫോർ ചാരിറ്റബിൾ പർപ്പസ് ഇൻ ഇന്ത്യ. അപ്പം നമ്മളെ കൊണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയാലാത്ത പോർഷന് 9A നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. അത് എന്നാണോ റിസീവ് ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുക. ആ ഇയർ സ്പെൻഡ് ചെയ്യുന്ന കാര്യം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. നെക്സ്റ്റ് പേജിൽ അതിനെപ്പറ്റി ഒരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ റൈറ്റപ്പ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു അസംഷൻ എടുത്തിട്ടുണ്ട്. അസ്യൂം ദാറ്റ് ദ ട്രസ്റ്റ് ഹാസ് ഇൻഫോംഡ് അസസിംഗ് ഓഫീസർ അണ്ടർ സെക്ഷൻ 11(2). ഇൻഫോം 9A കൂടെ പറഞ്ഞേക്കണം. ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം. ഓക്കെ. സോ ചിലപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് തോന്നാം. ഈ പറയുന്ന കിട്ടിയേക്കുന്നത് സബ്സിക്വൻ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത് 50,000 ആകുന്ന ആ കൊല്ലം തന്നെ ചിലവാക്കുന്നത് 30,000 ആണ്. ഓക്കെ. നെക്സ്റ്റ് ഇയർ ആണ് ബാക്കിയുള്ള 20,000 ചിലവാക്കുന്നത്. അപ്പോൾ സാറേ ഈ 20,000 ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുമോ എന്നുള്ളത് ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോം 9A സബ്മിറ്റ് ചെയ്തേക്കുന്നതായത് കാരണത്താൽ ഈ 20,000 സബ്സിക്വൻ്റ് ആയിട്ടുള്ള കൊല്ലാണ് ഞാൻ എക്സ്പെൻസ് ഓഫ് ചെയ്യുന്ന എങ്കിൽ കൂടിയും പ്രശ്നമില്ല. അതിന് എന്താണ് ലോജിക്ക്, എന്താണ് റീസൺ എന്നുള്ളത് എന്നെ കൊണ്ട് കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ മാത്രം മതി. സോ വിത്ത് ദാറ്റ് നമ്മുടെ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ തീരുകയാണ്. തിയറിയും കൂടെ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അപ്പം ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കിട്ടിയ ഇൻകം അപ്ലൈ ചെയ്തിരിക്കണം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും സപ്പോസ് ഞാനൊരു ക്യാപിറ്റൽ അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി തന്നെ. അതായത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ക്യാപിറ്റൽ അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ എടുക്കണോ? അതായത് ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴത്തേക്കും ഡിപ്രീസിയേഷൻ എടുക്കണോ, അത് അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണോ എടുക്കേണ്ടതെന്ന്. പോയിന്റ് എന്നാണെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ വിൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് ആൻ ആപ്ലിക്കേഷൻ. ഇൻസ്റ്റെഡ് അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണോ അതിനായിരിക്കും എടുക്കുന്നതെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ട്രസ്റ്റിൻ്റെ പർപ്പസിന് വേണ്ടി ഒരു ബസ് മേടിക്കുവാണ് എന്ന് കരുതുക. ഒരു 40 ലക്ഷത്തിൻ്റെ ബസ് മേടിക്കുന്നു. ഈ 40 ലക്ഷം രൂപയെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ഓഫ് ദാറ്റ് ഇയർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതായത് ആ കൊല്ലത്തെ ആപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ മുകളിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡബിൾ ഡിഡക്ഷൻ ആവുമല്ലോ. അങ്ങനെ അതേപോലെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഓക്കെ, അതിവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഐറ്റംസ് ട്രീറ്റഡ് ആസ് ആപ്ലിക്കേഷൻ നോക്കിക്കോ. items treated as application. First one, repayment of debt incurred for the purpose of trust. Debt incurred, repayment of debt. ഇത് ഞാനിപ്പോൾ ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ, ഞാനെന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ കാര്യമാണ്. ഒരു ട്രസ്റ്റ് ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോൺ എമൗണ്ടിന് ഇൻകമായിട്ട്, ആ ട്രസ്റ്റിൻ്റെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ശ്രദ്ധിച്ചോണേ, ആ ലോൺ എമൗണ്ടിനെ ട്രസ്റ്റിൻ്റെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ഇൻസ്റ്റെഡ് ആ ലോണിൻ്റെ റീപേയ്മെന്റിനെ ആ ട്രസ്റ്റിന്റെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് എക്സ്പെൻസസ് ഫോർ ക്യാരിങ് ഔട്ട് ഒബ്ജക്ട്സ് ഓഫ് ദി ട്രസ്റ്റ്. അതിനെയും ഈ ട്രസ്റ്റിന്റെ ആപ്ലിക്കേഷൻ, അതായത് ഇൻകത്തിന്റെ 85% വരെ അപ്ലൈ ചെയ്യണമെന്നാണല്ലോ നമ്മൾ പഠിച്ചേക്കുന്നത്. 85% വരെ അപ്ലൈ ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പം ആ ട്രസ്റ്റ് ഏതെങ്കിലും എക്സ്പെൻസസ് ഇൻകർ ചെയ്യുവാണെങ്കിൽ ആ എക്സ്പെൻസസ് ഇതിൻ്റെ അകത്ത് ഈ 85% കൺസിഡർ ചെയ്യുമെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ മൂന്നാമത് റീപേയ്മെന്റ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ബൈ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ടു സ്റ്റുഡൻസ് ഫോർ ഹയർ സ്റ്റഡീസ്. സോ അതായത് ഏതെങ്കിലും സ്റ്റുഡൻസിൻ്റെ ഹയർ സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ട്രസ്റ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് കരുതുക. ആ സ്റ്റുഡൻസിൻ്റെ ലോണ് ഈ പറയുന്ന ട്രസ്റ്റ് അടച്ചു തീർക്കുവാണെന്ന് കരുതുക. ഈവൻ ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം. ഓക്കെ. ദെൻ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളത് പേയ്മെന്റ് ഓഫ് ടാക്സ്. നമ്മൾ PGBP-ക്കകത്ത് കണ്ടായിരുന്നു ടാക്സ് ഒരു കാരണവശാൽ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല എന്ന്. പക്ഷെ ഓവർ ഹിയർ ട്രസ്റ്റ് ടാക്സ് എന്തെങ്കിലും അടയ്ക്കുവാണ് എന്ന് കരുതുക, അതിനെയും ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് ഈ 85% ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് പേയ്മെന്റ് ഓഫ് ടാക്സുകളെയും കൺസിഡർ ചെയ്യുമെന്ന്. ഓക്കെ. പിന്നെ നോക്കിക്കോണേ, ഡൊണേഷൻ ഇൻ കൈൻഡ് if it is used for object of the ട്രസ്റ്റിന്റെ ഒബ്ജക്ട്സിന് വേണ്ടി ഡൊണേഷൻ ഇൻ കൈൻഡ് കൊടുക്കുവാണെങ്കിൽ ആ എമൗണ്ട് ആപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. സേ ഫോർ എക്സാമ്പിൾ
മെഡിക്കൽ റിലീഫ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ മെഡിസിൻസ് മേടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് ഡൊണേഷൻ ഇൻ കൈൻഡിലാണല്ലോ, മെഡിസിൻ ആയിട്ടാണല്ലോ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഫുഡ് മേടിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഫുഡാണ് ആ ബെനിഫിഷ്യറീസിന് കൊടുക്കുന്നത്. അപ്പോൾ ഈവൻ ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം. സോ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള അതർ പോയിന്റ്സ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇലിസ്ട്രേഷൻ നോക്കാം. In the previous year, 22-23, a charitable trust received income 6 lakh from property held for charitable purpose and 2 lakh from voluntary contribution. So ഇവിടെ രണ്ട് സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഒന്നാമത് ആ ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ട്രസ്റ്റിന് 6 ലക്ഷം രൂപ കിട്ടി. ഓക്കെ, ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ട്രസ്റ്റിന്റെ സേ ഫോർ എക്സാമ്പിൾ ഒരു ഫിക്സഡ് അസറ്റ്, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ്, ഓക്കെ, അത് ഇൻകം ആയിട്ട് വന്നതാവാം. ഇല്ലെങ്കിൽ ട്രസ്റ്റിന് ഒരു ഫിക്സഡ് അസറ്റ് ഉണ്ട് എന്ന് കരുതാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതിന്റെ റെന്റൽ ഇൻകം ആവാം, അങ്ങനെ എന്ത് വേണമെന്ന് വെച്ചാലും ആവാം. ഓക്കെ, സോ അങ്ങനെ പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസിന്റെ അകത്ത് 6 ലക്ഷവും വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് 2 ലക്ഷം കിട്ടി. അപ്പൊ 6, 2, 8 ലക്ഷം രൂപയാണ് ഇവിടെ ഇൻകം ആയിട്ട് കിട്ടിയേക്കുന്നത്. ദ ട്രസ്റ്റ് യൂട്ടിലൈസ് ദി എമൗണ്ട് ഡ്യൂറിംഗ് പ്രീവിയസ് ഇയർ 22-23 ആസ് അണ്ടർ. ഈ താഴെ പറയുന്ന രീതിയിലാണ് ഈ 8 ലക്ഷത്തിനെ യൂട്ടിലൈസ് ചെയ്തേക്കുന്നതെന്ന്. സ്പെൻഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി 1,90,000 സ്പെൻഡ് ചെയ്തു. അത് അലൗബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ്. ഇല്ലെങ്കിൽ അലൗബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഇൻകത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അത് അലൗബിൾ ആണ്, അക്സെപ്റ്റബിൾ ആണ്. ഇനി ശ്രദ്ധിച്ചോണേ, സ്പെൻഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് ഔട്ട്സൈഡ് ഇന്ത്യ, അതിനെ ഒരു കാരണവശാലും ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. കാര്യം എന്നാ, ഇന്ത്യയിൽ എന്താ ഓപ്പർച്യൂണിറ്റീസ് കുറവാണോ? അതായത് ഇന്ത്യയിൽ ഈ ട്രസ്റ്റിന്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെങ്കിൽ സ്കോപ്പ് ഇല്ലാതെ ആയി മാറിയോ പുറത്തു പോയി സഹായിക്കാൻ വേണ്ടി? അപ്പം ആദ്യമേ ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഇല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ കിട്ടിയ ഇൻകം അല്ലേ, ഇന്ത്യയിൽ കിട്ടിയ ഡൊണേഷൻ അല്ലേ, ഇന്ത്യയിൽ ചെലവാക്കുക. ഇന്ത്യയിലുള്ള ഈ പറയുന്ന ബെനിഫിഷ്യറീസ്, പാവപ്പെട്ടവർക്ക് വേണ്ടി അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. സോ അങ്ങനെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ എന്തെങ്കിലും എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അടുത്തായിട്ടുള്ള നോക്കാം എന്താണെന്നുള്ളത്. സ്പെൻഡ് ഓൺ അഡീഷൻ ടു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അഡീഷൻ ടു ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ക്യാപിറ്റൽ അസറ്റ് ആണ് അല്ലേ? ഈ ക്യാപിറ്റൽ അസറ്റ് മേടിക്കാൻ വേണ്ടി, ഓക്കെ, ഒരു ബിൽഡിംഗ് മേടിച്ചു, ഇല്ലെങ്കിൽ ബിൽഡിംഗ് പണിതു 3 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ 3 ലക്ഷം രൂപ എടുക്കുമോ, അതെയോ ഈ 3 ലക്ഷത്തിന്റെ മേളിലുള്ള ഡിപ്രീസിയേഷൻ ആണോ എടുക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഡിപ്രീസിയേഷൻ അല്ല കൺസിഡർ ചെയ്യുന്നത്. പിന്നെയോ ഈ 3 ലാഖിനായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ 3 ലാഖിന് എടുക്കുന്നു. പിന്നെ ഇൻകം ടാക്സ് പെയ്ഡ്. ഇൻകം ടാക്സ് പിരിവിക്കകത്ത് ഇൻകം ടാക്സ് അലൗബിൾ എക്സ്പെൻഡിച്ചർ അല്ല. പക്ഷേ ഇവിടെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, then the trust has not applied for option under explanation 11.1 okay, compute taxable income of the trust. നോക്കാം. ആദ്യമായിട്ട് ട്രസ്റ്റിന്റെ ഇൻകങ്ങൾ 6 ലാഖ് പ്ലസ് 2 ലാഖ് 8 ലാഖ് വരുന്നു. എന്നിട്ട് 15% വരെ സെറ്റപ്പ് പാർട്ടി ചെയ്യാൻ പറ്റും. അതിനെ ഇതിൻ്റെ അകത്ത് സ്ട്രെയിറ്റ് അങ്ങോട്ട് കുറയ്ക്കാൻ. ഓക്കെ, 8 ലാഖ് മൈനസ് 1,20,000, അത്രയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നു 6,80,000 സ്പെൻഡ് ചെയ്തിരിക്കണം. ഈ 6,80,000 എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത് എന്ന് നോക്കുന്നു. സ്പെൻഡ് ഫോർ ആദ്യമായിട്ട് ചാരിറ്റബിൾ പർപ്പസ് ഇൻ ഇന്ത്യയിൽ 1,90,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കുറയ്ക്കാൻ പറ്റും. ഔട്ട്സൈഡ് ഇന്ത്യ സ്പെൻഡ് ചെയ്ത് കുറയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ അടുത്തതായിട്ടുള്ളത് ബിൽഡിങ്ങിന് വേണ്ടി, ബിൽഡിംഗ് പണിയാൻ വേണ്ടിയോ മേടിക്കാൻ വേണ്ടിയോ 3 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട്. അതും കുറയ്ക്കാൻ പറ്റും. പിന്നെ നാലാമതായിട്ട് ഇൻകം ടാക്സ് പെയ്ഡ്, എന്തെങ്കിലും പേയ്മെന്റ്, ഇൻകം ടാക്സ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ 1,90,000, 3 ലാഖ്, 2 ലാഖ് ഇത്രയും കാര്യങ്ങളെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കി ഇവിടുത്തെ ടാക്സബിൾ ഇൻകം 1,70,000 ആയി മാറുന്നു. ഈ 1,70,000 ശ്രദ്ധിച്ചോണേ, ഈ 1,70,000 ഫോം 9A അപ്ലൈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ള കാരണത്താൽ തന്നെ ഇവിടെ ക്വസ്റ്റിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് 11.1 അകത്ത് യാതൊരു ആപ്ലിക്കേഷനും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 9A അപ്ലൈ ചെയ്തിട്ടില്ല എന്നർത്ഥം. എന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഈ 1,70,000 ഇവിടുത്തെ ടാക്സബിൾ ഇൻകം ആയിട്ട് മാറുന്നു. എന്നിട്ട് ഈ ടാക്സബിൾ ഇൻകത്തിന് മുന്നിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. Situation number 3.
In the previous year, 22-23, charitable trust derived income of rupees 4 lakh from property held for charitable purpose, including 25,000 by way of tax deducted. ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ ഇൻകം 4 ലക്ഷം 4 ലക്ഷം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് TDS 25,000. സോ ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാക്കാം സംതിങ് ലൈക്ക് ഒരു റെന്റൽ ഇൻകോ ഇല്ല എങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇൻകോ അങ്ങനെ ഏതാണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് TDS 25,000 അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓട്ടോമാറ്റിക്കലി ഈ 4 lakh മൈനസ് 25,000 3,75,000 ആയിരിക്കും അവരുടെ കൈ കിട്ടിയേക്കുന്നത് എന്ന്. ഈ 4 lakh എന്ന് പറയുന്നത് ഗ്രോസ് എമൗണ്ട് ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. അത് വായിക്കുമ്പോഴത്തേക്കും നമുക്കത് പിടികിട്ടുന്നു. ഇൻക്ലൂഡിങ് 25,000 by way of tax deducted from a part of such income at source. പിന്നെ അടുത്തായിട്ട് നാം നോക്കാം. ഡ്യൂറിംഗ് ദി ഇയർ ട്രസ്റ്റ് സ്പെൻഡ് 2,20,000 ഫോർ ചാരിറ്റബിൾ പർപ്പസ്. ഈ പറയുന്ന ട്രസ്റ്റ് ഇതിൻ്റെ അകത്ത് 2,20,000 രൂപയാണ് ചെലവാക്കിയേക്കുന്നത്. ഓക്കെ, നൗ എനി ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത് ടാക്സ് പെയ്ഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതിനെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഉണ്ടായിരുന്നു. ആ ടാക്സ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് TDS ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. ഓക്കെ, നോക്കാം. ഇൻകം ഓഫ് ദി ട്രസ്റ്റ് 4 lakh, അതിൻ്റെ അകത്ത് മാക്സിമം 15% നമുക്ക് സെറ്റപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 15%, 4 lakh into 15% സ്ട്രെയിറ്റ് ആയിട്ട് നോട്ട് കുറച്ചേക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും 3,40,000 ഇവിടെ അപ്ലൈ ചെയ്തിരിക്കണം. 3,40,000 അഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ ആക്ച്വലി എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. എമൗണ്ട് സ്പെൻഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് 2,20,000. ദെൻ ടാക്സ് ഡിഡക്റ്റഡ് TDS 25,000. ഇത് രണ്ടും ആപ്ലിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ടോട്ടൽ 2,40,000 ആപ്ലിക്കേഷനിൽ വരുന്നു. ബാക്കിയുള്ള 95,000 ടാക്സബിൾ ഇൻകം ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നാം. ഈ പറയുന്ന 25,000 TDS പിടിച്ചത് സാർ, അത് ചിലപ്പോൾ എനിക്ക് റീഫണ്ട് വരാനുള്ള ചാൻസ് ഇല്ലേ എന്നുള്ളത്. ഇവിടുത്തെ പോയിന്റ് എന്നാന്ന് വെച്ചാൽ ഈ 25,000 നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, ഇൻകം ടാക്സിന്റെ കയ്യിലാണ് കിടക്കുന്നത്. ഇൻകം ടാക്സിന്റെ കയ്യിൽ കിടക്കുന്ന എമൗണ്ടിനെ നമ്മൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെ അത് എക്സ്പെൻസ് ആക്കി മാറ്റാൻ പറ്റും? പറ്റത്തില്ല. സോ ഓട്ടോമാറ്റിക്കലി ഈ എമൗണ്ട് നമ്മുടെ ഇൻകം ആണ്. അറ്റ് വൺ സൈഡ് ഇൻകം ആയിട്ട് ഈ 4 lakhന്റെ അകത്ത് അത് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ അതിന്റെ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും TDS ആയിട്ട് പിടിച്ചേക്കുന്നതിനെ ആപ്ലിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ലോജിക്ക്. So with this, illustration number 3 comes to an end. Clear അല്ലേ? During the previous year, a charitable trust earned income of rupees 3 lakh from property held for charitable purpose and 3 lakh from voluntary contributions. Okay, അപ്പം പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ ദ ട്രസ്റ്റിൻ്റെ അകത്ത് 3 ലക്ഷവും വോളണ്ടറി കോൺട്രിബ്യൂഷൻ 3 ലക്ഷം. അപ്പം 3 6 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. The trust utilized amount during the previous year as under. ഈ താഴെ പറയുന്ന രീതിയിലാണ് ഈ ഇൻകത്തിനെ യൂട്ടിലൈസ് ചെയ്തേക്കുന്നത്. ആദ്യമായിട്ട് സ്പെൻഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് ഇൻ ഇന്ത്യ 2 lakh, അതിനെ കുറയ്ക്കാൻ പറ്റും. ദെൻ സ്പെൻഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യ കുറയ്ക്കാൻ പറ്റുമോ? നമുക്കറിയാം അത് കുറയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ അടുത്തതായിട്ട് റീപെയ്ഡ് ദ ലോൺ ടേക്കൺ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും ബിൽഡിങ് പണിയാൻ വേണ്ടി ഒരു ലോൺ എടുത്തു. ആൻഡ് ആ ലോൺ എടുത്ത എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ബിൽഡിംഗ് പണിതു. ഓക്കെ, ആ പറയുന്ന ലോൺ ഒരു കാരണവശാലും ഇവിടെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ശ്രദ്ധിച്ചോണേ, ആ ലോൺ എടുത്ത എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ബിൽഡിങ്ങിന്റെ സാധനങ്ങൾ മേടിക്കുകയും ആ ബിൽഡിംഗ് കോൺട്രാക്ടിന് പേയ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്ന അതിനെയും ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. പിന്നെ ഏതിനായിരിക്കും ഇവിടെ ആപ്ലിക്കേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുന്ന ഈ റീപേയ്മെന്റ് ഓഫ് ലോൺ ഉണ്ടല്ലോ, റീപേയ്മെന്റ് ഓഫ് ലോണിനെ മാത്രമാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന 3 lakh ഇതിനെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. റീപെയ്ഡ് ദ ലോൺ ടേക്കൺ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. സോ ഇവിടെ ഈ 2 lakh പ്ലസ് 3 lakh ഈ 5 ലക്ഷം രൂപ ആപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. Can be taxable income of the trust. Okay, next page അത് സൊല്യൂഷൻ ഉണ്ട്. 3 lakh plus 3 lakh, അതായത് പ്രോപ്പർട്ടി ഇൻകം വോളണ്ടറി കോൺട്രിബ്യൂഷൻ രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും 6 lakh. ഈ 6 lakhന്റെ അകത്ത് സ്ട്രേറ്റ് അവേ 15%
6 ലാഖിൻ്റെ 15% എന്ന് പറയുന്നത് 90,000 ആണ്. ഈ 90,000 അപ്ലൈ ചെയ്യണം. 90,000 അപ്ലൈ ചെയ്യണം. ഇവിടെ ഈ പ്രസന്റേഷൻ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇവർക്ക് ചെയ്യാമായിരുന്നു. 6 ലാഖിൻ്റെ അകത്തുനിന്ന് ഈ പറയുന്ന 90,000 ഇവിടെ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും 5,10,000 കിട്ടുന്നു. ഓക്കെ, ആ 5,10,000 അകത്തുനിന്ന് എത്ര ഇവർ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നോക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, 5,10,000 അഗെയിൻസ്റ്റ് ആയിട്ട് അവർ 2 ലാഖ് പ്ലസ് 3 ലാഖ് 5 ലാഖ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 10,000 ആണ് ഇവിടെ ടാക്സബിൾ ഇൻകം ആയിട്ട് മാറുന്നത്. ഓക്കെ, സ്പെൻഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് ഇൻ ഇന്ത്യ 2 ലാഖ്, അതുപോലെ തന്നെ റീപേയ്മെന്റ് ഓഫ് ലോൺ 3 ലാഖ്. ആൻഡ് ഇവിടെ ഈ പറയുന്ന എമൗണ്ട് സ്പെൻഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് ഔട്ട്സൈഡ് ഇന്ത്യ ഇറ്റ്സ് നോട്ട് ഡിഡക്റ്റബിൾ ടു അറൈവ് ടാക്സബിൾ ഇൻകം. അങ്ങനെ നമ്മുടെ ഇലിസ്ട്രേഷൻ നമ്പർ 4 ക്ലിയർ അല്ലേ? A public charitable trust derived a gross income of 16 lakh which consists of the following. 16 ലക്ഷം രൂപ അവർക്ക് ഇൻകം കിട്ടി. അതെങ്ങനെയാണെന്നുള്ളത്: ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഹെൽഡ് ആൻഡ് ട്രസ്റ്റ് 8 ലാഖ്. നെറ്റ് ഇൻകം ഫ്രം ബിസിനസ് അവർക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസിൻ്റെ അകത്ത് 50,000 കിട്ടി. അഗ്രിഗേറ്റ് അതിൻ്റെ അഗ്രിഗേറ്റ് ബിസിനസ് റെസിപ്റ്റ് 3 ലാഖ് എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചോണേ, ഈ 3 ലക്ഷമാണ് അഗ്രിഗേറ്റ് ബിസിനസ് റെസിപ്റ്റ് എന്ന് പറഞ്ഞ് 3 ലക്ഷമാണ് ഇവിടുത്തെ സെയിൽസ്. ഓക്കെ, അതായത് ആ ട്രസ്റ്റിന്റെ കീഴിൽ ട്രസ്റ്റിന് വേണമെങ്കിൽ ഇൻസിഡന്റൽ ആയിട്ട് ആക്സിലറി ആയിട്ട് ഒരു ബിസിനസ് ഓടിക്കാം. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് കാണാം. അതായത് ഭയങ്കര ബിസിനസ് ഓടിക്കാൻ വേണ്ടിയല്ല ട്രസ്റ്റ് നടത്തുന്നത്, ട്രസ്റ്റ് നടത്താൻ വേണ്ടി ആയിരിക്കണം ബിസിനസ് ഓടിക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പോയിന്റ്. അപ്പോൾ ഇവിടെ ആ ട്രസ്റ്റിന് സംതിങ് ലൈക്ക് ഒരു ഹോസ്പിറ്റൽ നടത്തുവാണ്. ആ ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഒരു ക്യാൻറ്റീൻ ഉണ്ട് എന്ന് കരുതുക. ആ ക്യാൻറ്റീനിൻ്റെ അകത്ത് നമുക്ക് 3 ലക്ഷം രൂപ റവന്യൂ കിട്ടി. ആ 3 ലക്ഷത്തിൻ്റെ അകത്ത് 2.5 ലക്ഷം രൂപ ക്യാൻറ്റീൻ്റെ എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് 50,000 രൂപയാണ് നെറ്റ് ഇൻകം കിട്ടിയേക്കുന്നത് എന്ന് പറയുന്ന ആണ് ഇവിടുത്തെ പോയിന്റ്. അപ്പം നമ്മൾ ഹോസ്പിറ്റൽ നടത്തുന്നതിൻ്റെ ആക്സിലറി ആയിട്ടാണ് ക്യാൻറ്റീൻ നടത്തിയത്, അല്ലാതെ ക്യാൻറ്റീൻ നടത്താൻ വേണ്ടിയല്ല ഹോസ്പിറ്റൽ നടത്തിയത്. ഓക്കെ, സോ അതാണ് രണ്ടാമത്തെ. അപ്പം ഈ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ നെറ്റ് ഇൻകം ഫ്രം ബിസിനസ് അതും ഈ ട്രസ്റ്റിന്റെ ഇൻകം ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വോളണ്ടറി കോൺട്രിബ്യൂഷൻ 7,50,000. The trust applied 11,60,000 towards charitable purposes. ഓക്കെ, അപ്പോൾ ഈ 16 ലക്ഷത്തിൻ്റെ അകത്ത് 11,60,000 ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി അപ്ലൈ ചെയ്തു, ഇൻക്ലൂഡിങ് റീപേയ്മെന്റ് ഓഫ് ലോൺ ടേക്കൺ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഓർഫൺ ഹോം 3,60,000. ഓക്കെ, ഈ 11,60,000 അകത്ത് ലോണിന്റെ റീപേയ്മെന്റ് ഉണ്ട് എന്ന്. ലോണിന്റെ റീപേയ്മെന്റ് നമുക്കറിയാം, അത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ഇതിന് മറ്റു കാര്യങ്ങൾ ഈ 3,60,000 11,60,000 മാറ്റി വെക്കേണ്ട കാര്യമില്ല എന്ന്. കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം ഓഫ് ദി ട്രസ്റ്റ്. ആദ്യമായിട്ട് ഇൻകം ഓഫ് ദി ട്രസ്റ്റ് 16 ലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 16 ലാഖ് എങ്ങനെയാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഓർമ്മയില്ലേ? ആദ്യമായിട്ട് 8 ലാഖ്, പിന്നെ ഈ പറയുന്ന 50,000, പിന്നെ 7,50,000. ഇത് മൂന്നോട് ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കാണ് 16 ലാഖ് കിട്ടിയത്. അപ്പം ഈ 16 ലാഖാണ് ഇൻകം. ഇതിന്റെ 15% അക്യുമുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2,15,000 അല്ല, മാക്സിമം 15% വരെ അക്യുമുലേറ്റ് ചെയ്യാം. സോ 2,40,000. ബാക്കിയുള്ളത് എക്സ്പെൻസ് ചെയ്തിരിക്കണം. 13,16,000 ചെലവാക്കിയിരിക്കണം നിർബന്ധമാണ്. അത് ചെലവാക്കിയിട്ടില്ല എങ്കിൽ അതിന്റെ മുകളിലാണ്, ചെലവാക്കാത്ത എമൗണ്ടിന് മുകളിലാണല്ലോ ടാക്സ് കൊടുക്കുന്നത്. ഓക്കെ, എമൗണ്ട് സ്പെൻഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് 8 ലാഖ്. ഓക്കെ, പിന്നെ റീപേയ്മെന്റ് ഓഫ് ലോൺ ടേക്കൺ ഫോർ ചാരിറ്റബിൾ പർപ്പസ് 3,60,000. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കുമാണ് ഈ പറഞ്ഞ 11,60,000 എന്ന് കിട്ടുന്നത്. ഈ 11,60,000 സോ 13,60,000 11,60,000 കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടാക്സബിൾ ഇൻകം 2 ലാഖ് ആയിട്ട് കിട്ടും. കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. Assumed that the business is incidental to attainment of objectives of the trust and separate book of accounts have been maintained by the trust in respect of such business. അപ്പം
ബിസിനസ് ഇൻകത്തിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം, ട്രസ്റ്റിന്റെ ഇൻകം ആയിട്ട്, ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇൻകം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യും. രണ്ട് കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമതായിട്ടുള്ളത് അത് ഇൻസിഡന്റൽ ടു അറ്റൈൻമെന്റ് ഓഫ് ഒബ്ജക്ട്സ് ഓഫ് ദി ട്രസ്റ്റ് ആയിരിക്കണം. അതായത് ട്രസ്റ്റിന്റെ ഒബ്ജക്ട്സ് നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ നടത്തുക, അതായത് നല്ല ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ട്രസ്റ്റിന്റെ ഒബ്ജക്റ്റീവ്. അതിന് ഇൻസിഡന്റൽ ആയിട്ടാണ് ഈ പറയുന്ന ബിസിനസ് ഉണ്ടാവേണ്ടത്. പിന്നെ അതിന് സെപ്പറേറ്റ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അങ്ങനെ രണ്ട് കാര്യങ്ങളും ഉണ്ടാവണം എന്നുള്ളതാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന പോയിന്റ്. So with that, illustration number 5 comes to an end. Clear അല്ലേ?